ലിസ്റ്റ് വരുന്നതിന് മുമ്പൊക്കെ അങ്ങ് പറഞ്ഞിരുന്നു കൊച്ചിയിലാകമാനം പലയിടങ്ങളിലും കള്ളവോട്ടുകൾ നടന്നിട്ടുണ്ടെന്നുള്ളത്. ഇത്തവണ അത് ശ്രദ്ധിച്ചിരുന്നു, അക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നു? ഇല്ല, ഞങ്ങൾ ആദ്യം ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടിക കിട്ടിയതിന് ശേഷം ഞങ്ങൾ പരിശോധിച്ചപ്പോൾ തൊട്ട് സമീപ പ്രദേശങ്ങളിലുള്ള നിയോജക മണ്ഡലത്തിൽ പ്രത്യേകിച്ചും വൈപ്പിൻ, അതുപോലെ തൃപ്പൂണിത്തുറ, തൃക്കാക്കര, കളമശ്ശേരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ, അതേ ആളുകളുടെ പേര് വിവരങ്ങളാണ് 6557 പേരുടെ പേര് വിവരങ്ങളാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതിയായി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്, നടപടികൾ സ്വീകരിക്കും എന്ന് പറയുന്നതല്ലാതെ കൃത്യമായ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ രണ്ടാമത്തെ പട്ടിക വീണ്ടും പുറത്തിറങ്ങി, ഇനിയൊരു മൂന്നാമതൊരു പട്ടിക കൂടി പുറത്തിറങ്ങാനുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഹിയറിംഗ് നടപടികളെല്ലാം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഹിയറിംഗ് നടപടികൾ പൂർത്തീകരിക്കുമ്പോഴും ഏറ്റവും അവസാനം കിട്ടിയ അവസരത്തിൽ ഈ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ വീണ്ടും ഡിവിഷനുകളിൽ 200ഉം 250ഉം പേരെ കൊണ്ടുവന്ന് ചേർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോ സ്ഥാപനങ്ങളുടെയും കടകളുടെയും മറവിലാണ് ഇതെല്ലാം ചേർപ്പിച്ചിരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ ബോധപൂർവം ഇത് കണ്ണടച്ചു കൊടുക്കുകയാണ്. അത്തരത്തിലുള്ള നടപടികളിലേക്ക് രാഷ്ട്രീയപരമായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ പോകുമ്പോൾ അവർക്ക് നിയമ നടപടി നേരിടേണ്ടി വരും. നിയമ നടപടി ഞങ്ങൾ സ്വീകരിക്കും, അതിന് രാഷ്ട്രീയപരമായിട്ടുള്ള നടപടികളും ഞങ്ങൾ സ്വീകരിക്കും. അപ്പോൾ വോട്ട് ജനങ്ങളുടെ അവകാശമാണ്. ആ അവകാശത്തിൽ അവരെടുക്കുന്ന അവരുടെ ജനാധിപത്യ പ്രക്രിയയിൽ അവരുടെ നടപടിക്രമത്തെ ചവിട്ടിമതിക്കാനും അതിനെ ഹൈജാക്ക് ചെയ്യാനുള്ള തീരുമാനമാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും CPM സ്വീകരിക്കുന്നത്. ഇതൊരു വല്ലാത്ത നടപടിയാണ്. കാരണം ബീഹാറിലും UP-യിലും ഹരിയാനയിലും എല്ലായിടത്തും വോട്ട് കവർച്ചയ്ക്കെതിരായി ശബ്ദമുയർത്തുന്ന MA ബേബിയുടെ പാർട്ടിക്ക് എങ്ങനെയാണ് കേരളത്തിൽ അതേ നടപടി കേരളത്തിൽ പിന്തുടരാൻ കഴിയുന്നത്? അതൊരിക്കലും ഒരു ശരിയായ നടപടിയല്ല. അത് CPM തന്നെ പുനരാലോചിക്കണം. ജനങ്ങളുടെ ജനവിധിയാണ് ഏറ്റവും വലുതെന്ന് നിങ്ങൾ ഒരു ഭാഗത്ത് പറയുകയും ആ ജനവിധിയെ അട്ടിമറിക്കാൻ വ്യാജ വോട്ടുകൾ ചേർക്കുന്ന CPM പ്രവർത്തകരും നേതാക്കന്മാരുമാണ് താഴെ തലങ്ങളിലുള്ളതെങ്കിൽ പറയുന്നതിൽ എന്ത് ആത്മാർത്ഥതയാണുള്ളത്? അതിനെ നിയമപരമായി ഞങ്ങൾ നേരിടും, അത് പരാതി കൊടുക്കും. അത് കൃത്യമായി ഞങ്ങൾക്ക് കിട്ടിയ സ്ഥലങ്ങളിൽ രേഖാമൂലം ഞങ്ങളത് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിക്ക് എത്രത്തോളമാണ് പരിഹാരമുണ്ടാകുന്നതെന്ന് നോക്കി അതിനെ ബാക്കി ഞങ്ങൾ കോടതിയിൽ ചലഞ്ച് ചെയ്യും.